തമിഴ്നാട്ടിലെ ഈ റോഡിൽ സഹപാഠിയെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് അടിച്ചു കൊലപ്പെടുത്തി. സെൽവം നഗർ സ്വദേശി എസ് ആദിത്യയാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ക്ലാസ്സിലെ പെൺകുട്ടികളോട് സംസാരിച്ചതിനാണ് ആദിത്യയെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. സംഭവത്തിൽ കുമ്മലൻകുട്ടയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, യഥാർത്ഥത്തിൽ ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ്. അതും ഒരു 12ാം ക്ലാസ്സുകാരനെ, ഒരു 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു. ഈ പ്രതികളെ 2 പേരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമോ? എന്താണ് അവിടെ സംഭവിച്ചത് മിഥുൻ? ടോം, ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. മുൻപ് തന്നെ ഈ വിദ്യാർത്ഥികളുമായി ഈ കൊല്ലപ്പെട്ട ആദിത്യ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഈ ആദിത്യൻ്റെ പിതാവിനെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംഭവം ഉടലെടുക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി. അതായത് ഈ കുമ്മലൻകുട്ടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് ഈ പ്രതികളായിട്ടുള്ള 2 പേരും, ഒപ്പം തന്നെ ഈ മരിച്ച ആദിത്യയും. ഈ ആദിത്യ സയൻസ് ബാച്ച് വിദ്യാർത്ഥിയാണ്, മറ്റ് 2 പേർ കൊമേഴ്സ് ബാച്ച് വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ നിലവിൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ജുവനൈൽ ജസ്റ്റിസിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് അവരെ മറ്റൊരു ഹോമിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് പോലീസ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ കൊമേഴ്സ് ബാച്ചിൽ ഉള്ള ഒരു പെൺകുട്ടിയുമായി ആദിത്യ പ്രണയത്തിലായിരുന്നു. ആ പ്രണയബന്ധത്തിൽ ഈ 2 വിദ്യാർത്ഥികൾ, അതായത് ആ വിദ്യാർത്ഥിയുടെ ക്ലാസ്സിൽ ഉള്ള മറ്റ് 2 പേർക്ക് ഇവരുടെ പ്രണയബന്ധത്തിൽ വലിയ രീതിയിൽ തർക്കങ്ങളുണ്ടായിരുന്നു. അതായത് അതിലൊരാൾ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഒരാൾക്ക് ഈ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ ആ വിവരം അതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ ആദിത്യയോട് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ഇനി ആ പെൺകുട്ടിയുമായി സംസാരിക്കാൻ പാടില്ല, ഇനി ഏതെങ്കിലും തരത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ ഇനി ഒരു സംസാരം ഉണ്ടായാൽ അതിലിടപെടുകയും അതിൽ തല്ലുമെന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ നേരത്തെ വിദ്യാർത്ഥികൾ തന്നെ മുഴക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നലെ മെനഞ്ഞാന്ന്, അതായത് ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ആദിത്യ അച്ഛനൊപ്പം യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരുന്നു. സ്കൂളിൻ്റെ മുമ്പിൽ ഇറക്കിയതിനു ശേഷം അച്ഛൻ ശിവ തിരികെ ജോലിക്ക് പോവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. അതിനുശേഷമാണ് ഈ സ്കൂളിൽ കയറാതെ ആദിത്യയും ഒപ്പം തന്നെ ആദിത്യയുടെ ക്ലാസ്സിലുള്ള മറ്റ് 2 പേരും ചേർന്ന് അവർ പുറത്തേക്ക് പോകുന്നു. അവരെവിടെയാണ് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതിനുശേഷം വൈകിട്ട് തിരികെ ഈ ആദിത്യ വൈകിട്ട് സ്കൂളിലേക്ക് മടങ്ങി വരുന്നു. അത് രാവിലെ യൂണിഫോം ധരിച്ചു പോയ വിദ്യാർത്ഥിയാണ്. വൈകിട്ടെത്തുമ്പോൾ കളർ ഡ്രസ്സ് ധരിച്ചുകൊണ്ടായിരുന്നു വരുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയെ കാണുകയും പുറത്തു വെച്ച് അവർ സംസാരിക്കുകയും ചെയ്തു. ഇത് സമീപത്തുള്ള കടകളിലുള്ള ആളുകളൊക്കെ ഇത് കാണുകയും ചെയ്തിട്ടുള്ളതാണ്. നിരവധി തവണ ഇവർ അവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഇവർ കണ്ടിട്ടുള്ളതാണ്. അറിയാവുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ അവരത് കണ്ടില്ല എന്ന രീതിയിൽ നടിക്കുകയും ചെയ്തു. പക്ഷേ ഇത് മറ്റു വിദ്യാർത്ഥികളെ ചൊടിപ്പിച്ചു. അതായത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഇനി സംസാരിക്കരുതെന്ന്. അത് ലംഘിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഈ വിദ്യാർത്ഥികൾ ഈ ആദിത്യയും കൂട്ടി മറ്റൊരിടത്തേക്ക്, അതായത് ഈ സ്കൂൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 200 മീറ്റർ അകലെ മാറി ഒരു ഗ്രൗണ്ടാണ്, ചില കാട് പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്, അവിടേക്ക് കൊണ്ടുപോകുന്നു. അവിടെയാണ് ഈ മർദ്ദനം നടന്നതെന്നുള്ളതാണ്. നിലവിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ കണ്ണിന് താഴെ മാത്രമാണ് ചെറിയ രീതിയിലൊരു പരിക്കുണ്ടത്. പക്ഷേ എന്താണ് കൃത്യമായ മരണകാരണം, മരണത്തിലേക്ക് നയിച്ചത് എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മിഥുൻ, നമുക്ക് ഈ ആദിത്യയുടെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണവാർത്തയാണ്. ഷഹബാസിനെയും സഹപാഠികൾ ചേർന്നാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഷഹബാസിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. അവിടെ ലഹരിയൊക്കെ ഇവിടെ ഒരു പ്രധാന വില്ലനാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ 10 അല്ലെങ്കിൽ +1 +2 വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു. പലപ്പോഴും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ പതിവായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഈ ലഹരി ഒരു പ്രധാനപ്പെട്ട വില്ലനാകുമോ അവിടെ? ഈ ലഹരി ഈ കുട്ടികളുടെ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒരു പശ്ചാത്തലം എന്താണ്? അതുപോലെ സ്ഥിരം ക്രിമിനൽ കേസുകളിലൊക്കെ പെടുന്നവരാണോ? ഇവർക്കെതിരെ സ്കൂളിൻ്റെ ഭാഗത്ത് നടപടി എടുത്തിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരും പോലീസും നൽകുന്ന വിശദീകരണം?
ടോം, അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് സ്വാഭാവികമായും കടക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മുൻകാലങ്ങളിലൊന്നും തന്നെ ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും ഇല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ലഹരി ഇടപാടുകളോ അല്ലെങ്കിൽ ലഹരി ഉപയോഗമോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിൽ തുടർന്ന് ഈ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആദിത്യയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. ആ ചോദ്യം ചെയ്യലിലാണ് ഈ വിവരം അല്ലെങ്കിൽ ഈ ഒരു കൃത്യം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വിദ്യാർത്ഥികൾ സമ്മതിക്കുന്നത്. തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജുവനൈൽ ജസ്റ്റിസിന് മുമ്പിൽ ഹാജരാക്കി മറ്റൊരു ഹോമിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് സ്കൂൾ അധികൃതർ പറയുന്നത് മുൻകാലങ്ങളിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആദിത്യവുമായോ അല്ലെങ്കിൽ മറ്റാരുങ്ങളുമായോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ലായിരുന്നു. സ്കൂളിന് വെളിയിലും ഇങ്ങനെയുള്ള ഒരു സംഭവമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. അതുമായി ബന്ധപ്പെട്ട ഒരു നടപടികളിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതായോ അവർക്കൊന്നും അറിവില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ സഹപാഠികൾ, അതായത് ഈ ആദിത്യക്കൊപ്പം രാവിലെ സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്തു പോയ മറ്റ് രണ്ട് വിദ്യാർത്ഥികൾ, അവരെ ഇനി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയുന്നത്. കാരണം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. രാവിലെ ഇവർ എവിടേക്കാണ് പോയത്? കാരണം ഈ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഈ മരണപ്പെട്ടിട്ടുള്ള ആദിത്യയും മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ടായിരുന്നു. അതായത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്ന വേളയിൽ ഈ ബോഡി, അതായത് മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നത് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് ഈ സമീപത്തെ ആ കാട് പിടിച്ച സ്ഥലത്ത് ഒരു കുട്ടി മറിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടു എന്നൊരു സമീപവാസി പറയുന്നു. തുടർന്ന് അവിടുത്തെ ആളുകളൊക്കെ ഓടിക്കൂടി വന്ന് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. അവിടെ എത്തുമ്പോഴേക്കും വിദ്യാർത്ഥി മരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് വിദ്യാർത്ഥി മദ്യപിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം പോലീസ് പറയുന്ന ഒരു കാര്യം, ഈ പ്രതികളായിട്ടുള്ള രണ്ടുപേരും മദ്യപിച്ചിരുന്നു. കാരണം ഇന്നലെ കസ്റ്റഡിയിലെടുത്തപ്പോഴും ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അത് തന്നെയാണ്, അതിലേക്ക് തന്നെ ആയിരിക്കാം സ്വാഭാവികമായും അത്തരത്തിൽ മദ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണോ ഇത്തരത്തിലൊരു വലിയ കൊലപാതകത്തിലേക്ക് നയിച്ചതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നയിച്ചതോ എന്നൊക്കെ കാര്യത്തെ കുറിച്ച് വിശദമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് +2 വിദ്യാർത്ഥിയെ സഹപാഠികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് 2 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു.